നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. ലഹരി മാഫിയക്കെതിരെയുള്ള സർക്കാർ നടപടികൾ ഫലം കണ്ടെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കളിച്ചിരികൾ പങ്കിട്ട് ഒരു സ്നേഹ സംഗമം. ചെറുക്കടവ് പഞ്ചായത്തിലെ വയോജന കലാമേളയ്ക്ക് മികച്ച പങ്കാളിത്തം. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച വിദ്യാർത്ഥി മരിച്ചു. മരണപ്പെട്ടത് SH മൗണ്ട് സ്വദേശി ലെനൻ C. ശ്യാം. മരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വാർത്തകൾ വിശദമായി. ലഹരി മാഫിയക്കെതിരെ സർക്കാർ നടപടികൾ ഫലം കണ്ടതായി എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന കർശന നടപടികൾ ഫലം കണ്ടതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്കിലും ലഹരിമുക്ത പുനരധിവാസത്തിലും കേരളം രാജ്യത്ത് ഒന്നാമതാണ്. ലഹരി വ്യാപനത്തിനെതിരായ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഇതിനായുള്ള എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹം ഒപ്പമുണ്ടാകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച എക്സൈസ് സേനയാണ് നമ്മുടേത്. സേനയെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ 3 കോടി രൂപ ചെലവിട്ട് പുതിയ മന്ദിരം നിർമ്മിച്ചത്. വകുപ്പിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത് പരിഗണനയിലാണ്. ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരള എക്സൈസിന്റെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇതുപോലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള എക്സൈസ് ഓഫീസുകൾ. അത് ഓഫീസിൻ്റെ മാത്രം കാര്യത്തിലല്ല, എക്സൈസിൻ്റെ പ്രവർത്തന രീതിയിൽ, സമീപനത്തിൽ, സന്നാഹങ്ങളിൽ, സജ്ജീകരണത്തിലെല്ലാം ഒരു ആധുനികവൽക്കരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരളത്തിലെ എക്സൈസ് സേന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എക്സൈസ് സേനയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ തിയേറ്റർ ഹാളിൽ നടന്ന പരിപാടിയിൽ ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായി. ചങ്ങനാശ്ശേരി നഗരസഭ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ, നഗരസഭാംഗം ബീന ജോബി, വാഴപ്പള്ളി പഞ്ചായത്ത് അധ്യക്ഷ മിനി വിജയകുമാർ, സൗത്ത് സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ B. രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KR അജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. VN വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നീണ്ടൂർ റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. ഏറ്റുമാനൂർ തവളക്കുഴിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വനിതാ പ്രവർത്തകർ അടക്കം നിരവധി പേർ പങ്കെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണപ്പാളി തട്ടിപ്പ് കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി വന്ന് ഇത് അന്വേഷിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം അവസാനിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ വാസവൻ മന്ത്രി രാജിവെക്കണം. ഈ മന്ത്രി രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇവിടെ എല്ലാ ദിവസവും സമരമായിട്ട് വരും. യാതൊരു മടിയും ഞങ്ങൾക്കില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, മേഖലാ ഉപാധ്യക്ഷൻ TN ഹരികുമാർ, ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, PG ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിരികളും ഓർമ്മകളും പങ്കിട്ട ഒരു സ്നേഹ സംഗമം. ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന കലാമേളയാണ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്.
ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊൻകുന്നത്ത് നടന്ന വയോജന കലാമേള കലാകാരന്മാരുടെ സ്നേഹസംഗമവേദിയായി. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KS സോമപ്രസാദ് നിലവിളക്ക് തെളിയിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യം എന്നത് പ്രായത്തിന്റെ പരിധിയല്ലെന്നും പകരം വൃദ്ധി നേടുക എന്നതാണെന്നും ഡോക്ടർ N ജയരാജ് പറഞ്ഞു. പ്രായം എന്ന് പറയുന്നത് ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഷാജി പാമ്പൂരിയോട് ഞാൻ പറഞ്ഞു, വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രായമല്ല. സത്യം എവിടെയോ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വാർദ്ധക്യം എന്ന് പറയുന്നത് വൃദ്ധി നേടുന്നത് എന്നാണ് കൃത്യമായ മലയാളം. വൃദ്ധി നേടുക എന്ന് പറയുന്നത് ജ്ഞാനവൃദ്ധി നേടുക എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. എഴുതിയൊക്കെ ആളുകളാണ് ഉദ്ദേശിച്ചത്. അറിവിൽ നിന്ന് കൂടുതൽ അനുഭവജ്ഞാനത്തിലുണ്ടാകുകയും അതിൽ നിന്ന് കൂടുതൽ അറിവ് നേടുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ജ്ഞാനവൃദ്ധൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. വാർദ്ധക്യം യഥാർത്ഥത്തിലൊരു പ്രായത്തിന്റെ പരിധിയിൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KS സോമപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. നാടും വീടും കെട്ടിപ്പടുക്കുന്നതിൽ മുതിർന്നവർ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് അഡ്വക്കേറ്റ് KS സോമപ്രസാദ് പറഞ്ഞു. സ്വന്തം ജീവിതത്തിൽ തങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ പൂർത്തീകരിച്ച് ആ അനുഭവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നവരാണ്. സ്വാഭാവികമായും അവരെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, വീടിനെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജോലി, അതെല്ലാം ഈ നാടും ഈ വീടും കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ബ്ലോക്ക് മെമ്പർമാരായ മിനി സേതുനാഥ്, B രവീന്ദ്രൻ നായർ, ഷാജി പാമ്പൂരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ NT ശോഭന, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കലാമത്സരങ്ങളിൽ വയോജനങ്ങളുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ വേദി അവർ നന്നായി ഉപയോഗിച്ചു. ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം മാണിടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം മാണിടേണ്ട കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുഴവ വേണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം എലിപ്പനി ബാധിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. SH മൗണ്ട് സ്വദേശി ലെനൻ C ശ്യാമാണ് മരിച്ചത്. ഹോളി ഫാമിലി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ലെനൻ. പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. സംസ്കാരം നടത്തി. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് നടന്നു. അയ്യപ്പന്മാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, ആധുനിക മാർക്കറ്റ്, അറവുശാല എന്നിവ നിർമ്മിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി മേഖലയുടെ വികസനത്തിന് അനിവാര്യമായ ആശയങ്ങൾ ചർച്ച ചെയ്ത് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ്. അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, നിലവിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുക, ആധുനിക മാർക്കറ്റ്, അറവുശാല, കുട്ടികൾക്കും വയോജനങ്ങൾക്കുമായി പാർക്ക് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ വികസന സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി ടൗൺ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം, ക്ഷേമ
പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ മികവ് പുലർത്തിയ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് ജെസി ഷാജൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സുവർണകാലം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്കത് പറയാൻ സാധിക്കും, അതൊരു സുവർണകാലം തന്നെയായിരുന്നു. വിവിധ തരത്തിലുള്ള വികസന പദ്ധതികളാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിലും ക്ഷേമ പദ്ധതികളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും എല്ലാം ഒരുപടി മുന്നിലാണ്. 23 വാർഡുകളുള്ള പഞ്ചായത്ത്, ആ മെമ്പർമാരെല്ലാവരും തന്നെ വളരെ ബൃഹത്തായ രീതിയിൽ നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യം പോലും ഇല്ലാത്ത രീതിയിൽ പദ്ധതികളിലൂടെ അവരിന്ന് വളരെ മിടുക്കരും മിടുക്കികളായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷക്കീല നസീർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ റിജോ വാളാന്തറ, മഞ്ജു മാത്യു, ബിജു ചക്കാല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേരള കോ-ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കോട്ടയം ജില്ലാ സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കോട്ടയം ജില്ലാ സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് ലോകത്ത് ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ കഴിയില്ലെന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ പറഞ്ഞു. വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്, മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിന് ലോകത്തെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനാവില്ല എന്ന് തെളിഞ്ഞു. ലോകത്തെ പട്ടിണി മാറ്റാനും തൊഴിലില്ലായ്മ മാറ്റാനും മെച്ചപ്പെട്ട ജീവിതം ലോകത്തിന് നൽകാനും മുതലാളിത്തത്തിനാവില്ല എന്ന് തെളിഞ്ഞു. അത് തങ്ങളുടെ ബാധ്യതയല്ല എന്ന് മുതലാളിത്തവും സാമ്രാജ്യത്വവും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. KEU ജില്ലാ പ്രസിഡന്റ് PK സുജിത് കുമാർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ, K രാജേഷ്, MK പ്രഭാകരൻ, ശ്രീരേഖ, TS ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള സംസ്ഥാന സബ് ജൂനിയർ ആൻഡ് കിഡ്ഡീസ് തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പ് കോട്ടയത്ത് ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 1000-ലധികം താരങ്ങൾ പങ്കെടുത്തു. കോട്ടയം ജില്ലാ തായ്ക്കൊണ്ട അസോസിയേഷൻ സംഘടിപ്പിച്ച 27ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ ആൻഡ് കിഡ്ഡീസ് തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പ് കോട്ടയത്ത് നടന്നു. കോട്ടയം സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 1000-ലധികം താരങ്ങൾ 2 വിഭാഗങ്ങളിലായി പങ്കെടുത്തു. ഹരിയാനയിൽ ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന ദേശീയ സബ് ജൂനിയർ തായ്ക്കൊണ്ട ചാമ്പ്യൻഷിപ്പിലേക്കുള്ള താരങ്ങളെ ഈ ചാമ്പ്യൻഷിപ്പ് മുഖാന്തരമാണ് തെരഞ്ഞെടുത്തത്. തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക്സിൽ വരെ സ്ഥാനം നേടിയിട്ടുള്ള തായ്ക്കൊണ്ട ഇനം നമ്മുടെ രാജ്യം ഏറെ പ്രതീക്ഷയോടുകൂടി ഭാവി ഒളിമ്പിക്സിൽ ഉറ്റുനോക്കുന്ന കായിക ഇനം കൂടിയാണ്. അതിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാൻ ഇന്ന് തായ്ക്കൊണ്ട അസോസിയേഷൻ്റെ പ്രതിനിധികളും അതിൻ്റെ സംഘടനയും സജീവമായി രംഗത്ത് വന്ന് അനവധി ശിഷ്യസമ്പത്തുകളെ സമാഹരിച്ചുകൊണ്ട് അതിൻ്റെ മാസ്റ്റർമാരുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായി. മാസ്റ്റർ അജി B മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ, ഡോക്ടർ വിനോദ് ജേക്കബ്, L മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിലെ സർക്കാർ ഓഫീസുകൾ നെല്ലിയാനയിൽ നിർമ്മിച്ച അനക്സ് കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റുന്ന ജോലികൾ ഇഴയുന്നു. അവസാന ഘട്ടത്തിൽ സജ്ജമാക്കേണ്ട സൗകര്യങ്ങൾ ഒരുക്കാത്തതാണ് നടപടി വൈകിക്കുന്നത്. പാല മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഓഫീസുകൾ ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച നെല്ലിയാനിയിലെ അനക്സ് കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റുന്ന നടപടികൾ മന്ദഗതിയിൽ. ചെത്തിമറ്റത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന RTO ഓഫീസാണ് പ്രധാനമായും ഇവിടേക്ക് മാറ്റാൻ നീക്കം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഓഫീസ്, റവന്യൂ വകുപ്പിന്റെ ലാൻഡ് അക്വിസിഷൻ ഓഫീസ് തുടങ്ങിയവയും മാറ്റാൻ തുടങ്ങിയിരുന്നു. സമീപകാലത്ത് വൈദ്യുതിയും ലഭിച്ചിരുന്നു. വാട്ടർ അതോറിറ്റിയിൽ തുക അടച്ച് വെള്ള സൗകര്യം ഒരുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിനായി 32,000 രൂപ അനുവദിച്ചതായി പാല RDO അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഓഫീസ് മുറികളിൽ ക്യാബിൻ സംവിധാനവും ഫർണിച്ചറും ഇനിയും സജ്ജമാക്കേണ്ടതുണ്ട്. ഇതിനുള്ള തുക അനുവദിക്കാൻ സർക്കാരിന് സമീപകാലത്ത് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. എന്നാൽ ഓഫീസുകൾക്ക് അനക്സ് കെട്ടിട സമുച്ചയത്തിനുള്ളിൽ അനുവദിക്കപ്പെട്ട മുറികളിൽ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ
മാസങ്ങൾക്ക് മുൻപും നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഫണ്ടില്ലാത്തതിനാൽ നടപടി നിശ്ചലമാകുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാലായിൽ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജോയിന്റ് RTO ഓഫീസ് ആവശ്യമായ സ്ഥല സൗകര്യങ്ങളോടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നത് ഏറെ പ്രധാനമാണ്. 3 നിലകളിലായി വിഭാവനം ചെയ്ത അനക്സ് കെട്ടിടത്തിന്റെ ഒരു നിലയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. 6 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. 3 കോടി രൂപ മുടക്കിൽ ഒരു നില പൂർത്തിയായിട്ട് നാളുകളേറെയായിട്ടും സൗകര്യങ്ങൾ സജ്ജമാക്കാൻ നടപടികളില്ലാത്തതിനാൽ നിശ്ചലമായിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമായിരുന്ന ഭൂമിയാണ് അനക്സ് കെട്ടിടത്തിനായി വിട്ടു നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി മാഫിയക്കെതിരെയുള്ള സർക്കാർ നടപടികൾ ഫലം കണ്ടെന്ന് എക്സൈസ് മന്ത്രി MT രാജേഷ്. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കളിച്ചിരികൾ പങ്കിട്ട് ഒരു സ്നേഹ സംഗമം. ചെറുക്കടവ് പഞ്ചായത്തിലെ വയോജന കലാമേളയ്ക്ക് മികച്ച പങ്കാളിത്തം. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച വിദ്യാർത്ഥി മരിച്ചു. മരണപ്പെട്ടത് SH മൗണ്ട് സ്വദേശി ലെനൻ C. ശ്യാം. മരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.